നമസ്കാരം. ഇറാൻ സേന അവസാനം അത് പ്രയോഗിച്ചു ട്രംപിന് നേരെ. ജീവനോടെ വെന്തെരിഞ്ഞു ട്രംപിൻ്റെ കാവൽക്കാർ. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടും ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്ദിയുടെ പ്രസ്താവനകളൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ സൈനിക ബജറ്റിനെ സാമ്പത്തികമായിട്ട് വീഴ്ത്തിയ ഇറാൻ്റെ പുതിയ നീക്കങ്ങൾ സത്യത്തിൽ തകർത്തെറിഞ്ഞത് അമേരിക്കൻ പ്രതിരോധത്തിൻ്റെ അഹങ്കാരത്തിനെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക ശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഒരു വശത്ത്, മറുവശത്ത് വർഷങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സൈനിക ഭീഷണികളും നേരിട്ടിട്ടും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇറാൻ. പക്ഷേ യുദ്ധഭൂമിയിൽ നടന്നത് ലോകം പ്രതീക്ഷിച്ചതായിരുന്നില്ല. അമേരിക്കയുടെ ആയുധശേഖരം പതിയെ ക്ഷയിക്കുമ്പോൾ ഇറാൻ അതേ വേഗത്തിൽ പുതിയ മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുകയാണ് എന്ന് അവകാശപ്പെടുന്നു. ഓരോ ആക്രമണത്തിന് പിന്നിലും പുതിയ കണക്കുകൂട്ടലുകൾ, ഓരോ തിരിച്ചടിക്ക് പിന്നിലും പുതിയ തന്ത്രങ്ങൾ. അങ്ങനെ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകൾ തീരുകയാണോ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇറാൻ ശരിക്കും ഉൽപ്പാദനത്തിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉക്രൈനിലെ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയെ മാറ്റിമറിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ ഇതെല്ലാം ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമാണോ എന്ന് തന്നെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടും ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ കോർപ്സിൻ്റെ മുതിർന്ന നേതാവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ നഖ്ദിയുടെ പ്രസ്താവനകളൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ഭാവിയിലെ യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറുകയാണ് എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ മാസം 5 ദിവസങ്ങളിലായി നടന്ന ശക്തമായിട്ടുള്ള ആക്രമണങ്ങളിൽ ജോർദാനിലെ 3 അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ തുടർച്ചയായിട്ട് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കുഴക്കുന്നതിനായിട്ട് ഒരേ സമയം വ്യത്യസ്ത ദിശകളിൽ നിന്നും വിവിധ ഉയരങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങളും മധ്യവഴിയിൽ തന്നെ ദിശ മാറ്റാൻ കഴിയുന്ന അത്യാധുനിക മിസൈലുകളും ഇറാൻ ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ അമിത സമ്മർദ്ദത്തിലാക്കുകയും കൂടുതൽ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. അതായത് ജൂലൈ 17 നടന്ന ആക്രമണമാണ് ഈ യുദ്ധത്തിലെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവായി വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗം ആക്രമണങ്ങളും തടഞ്ഞുവെങ്കിലും ഒരു ഇറാനിയൻ മിസൈൽ പ്രതിരോധം മറികടന്ന് അമേരിക്കൻ സൈനികരുടെ താമസ യൂണിറ്റിൽ പതിക്കുന്നു. ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേ ആഴ്ച നടന്ന മറ്റാക്രമണങ്ങളിലും നിരവധി സൈനികർക്കും യുദ്ധവിമാനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായിട്ട് പെൻറ്റഗൺ തന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്യുന്നു. അതായത് ട്രംപിൻ്റെ ഈ കാവൽക്കാരാകുന്നവർ പച്ചയ്ക്ക് മരിച്ചു വീഴുന്ന കാഴ്ച. ഇറാൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ പിന്നാക്കം പോകുന്ന അമേരിക്കയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ സംഭവത്തിനൊക്കെ പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്, ഞങ്ങൾ മിക്കവാറും എല്ലാ മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തിയെന്നാണ്. ഒരെണ്ണം മാത്രമാണ് കടന്നുപോയത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരെണ്ണം പോലും അമേരിക്കയുടെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ മതിയായിരുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതായത് ഇറാൻ ഉപയോഗിച്ചിരുന്ന ഡ്രോണുകളെ കണ്ടെത്തുവാനോ ആ മിസൈലുകളെ തകർക്കുവാനോ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ഒരെണ്ണം മാത്രമായി കൈമോശം വന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരൊറ്റ മിസൈൽ തകർത്തെറിഞ്ഞത് ട്രംപിൻ്റെ ആത്മവിശ്വാസത്തെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന വശം അമേരിക്കയുടെ പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈൽ ശേഖരത്തിലുണ്ടായ വലിയ കുറവാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധകാലയളവിൽ പെൻറ്റഗൺ 1500-ലധികം പാട്രിയറ്റ് ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചു. ഇപ്പോൾ അമേരിക്കയുടെ കൈവശം 1700-ൽ താഴെ മാത്രമാണ് ശേഷിക്കുന്നത് എന്നും 2025 മുഴുവൻ അമേരിക്ക നിർമ്മിച്ചത് ഏകദേശം 600 ഇൻ്റർസെപ്റ്റർ മാത്രമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുമ്പോഴും ജോർദാനിലെ ഒരു ദിവസത്തെ ആക്രമണത്തിൽ മാത്രം അമേരിക്ക ഏകദേശം 50 പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചതായിട്ടും ഓരോന്നിനും ഏകദേശം $4 മില്യൺ ചിലവ് വന്നുവെന്നുമൊക്കെ പറയുന്ന അമേരിക്കയുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ പുതിയ യുദ്ധരീതിക്ക് പിന്നിൽ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളുണ്ട് എന്ന് അമേരിക്കൻ വിദഗ്ധർ വിലയിരുത്തുന്നത് ആദ്യം ഈ ബാലിസ്റ്റിക് ക്രൂയിസർ മിസൈലുകൾ ഉപയോഗിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ തിരക്കിലാക്കുകയും തുടർന്ന് വലിയ തോതിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന റഷ്യയുടെ ഒരു രീതിയുണ്ട്. ആ രീതി ഇറാൻ പിന്തുടരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സംയോജിത ആക്രമണങ്ങളിലൂടെ ഇറാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ്. അതേസമയം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തെ
നേരത്തെ ഇറാൻ്റെ മിസൈൽ ശേഷി ഗണ്യമായി തകർന്നുവെന്നും അവരുടെ ലോഞ്ചറുകളും മിസൈലുകളുമൊക്കെ നശിപ്പിക്കപ്പെട്ടുവെന്നുമൊക്കെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഈ യുദ്ധമെന്ന് പറയപ്പെടുന്നത് വളരെ വേഗം അവസാനിക്കുമെന്ന് അമേരിക്ക കരുതിയിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തന്നെ പ്രതിരോധ ആയുധ ശേഖരമാണ് വലിയ തോതിൽ ചിലവായത് എന്നുള്ളതാണ്. ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രൊഫസറിൻ്റെ അഭിപ്രായത്തിൽ 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ഇറാൻ ഇത്തരം ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു. അമേരിക്കയും ഇസ്രായേലും വളരെ വേഗത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിക്കുന്നതും അതുവഴി അവരുടെ ശേഖരം കുറഞ്ഞു വരുന്നതും ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. യുദ്ധത്തിലെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം തെക്കൻ ഇറാനിന് മുകളിൽ അമേരിക്കയുടെ F-15E എന്ന് പറയപ്പെടുന്ന യുദ്ധവിമാനം വെടിവെച്ചിട്ടു, അല്ലെങ്കിൽ അങ്ങനെ വെടിവെച്ചിട്ട് വീഴ്ത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അമേരിക്ക. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അനുസരിച്ച് ആദ്യം നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ച് വിമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനം, വേഗത, സഞ്ചാരദിശ എന്നിവ കണ്ടെത്തി. ഈ വിവരങ്ങൾ തത്സമയം ഇറാനിയൻ കമാൻഡർമാർക്ക് കൈമാറിയ ശേഷം ഉപരിതല വ്യോമ മിസൈൽ പ്രയോഗിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആക്രമണത്തിന് മുമ്പ് വിമാനത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അര സെക്കൻഡ് മാത്രം മുന്നറിയിപ്പ് ലഭിച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുമ്പോഴും ഏകദേശം $60 മില്യൺ വിലമതിക്കുന്ന ഈ യുദ്ധവിമാനം അതിൻ്റെ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും രക്ഷപ്പെടാനായില്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഈ സംഭവത്തിലൂടെ വ്യക്തമായ മറ്റൊരു കാര്യം, ഇറാൻ ഇപ്പോൾ ഡ്രോണുകൾ വെറും ആക്രമണ ആയുധങ്ങളായി മാത്രമല്ല അത്യാധുനിക നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളുമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡ്രോണുകൾ ശേഖരിക്കുന്ന തത്സമയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മിസൈലുകൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സംയോജിത യുദ്ധരീതിയാണ് ഇപ്പോൾ അവർ പിന്തുടരുന്നതെന്ന് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് IRGCയുടെ മുതിർന്ന ഉപദേഷ്ടാവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസാ നഖ്വിയുടെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നു. ഇറാൻ നിലവിൽ വിന്യസിക്കുന്നതിലധികവും വേഗത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നാലും ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്കൻ സൈനിക ബജറ്റ് ഇറാൻ്റെ പ്രതിരോധ ബജറ്റിനേക്കാൾ 100 മടങ്ങ് കൂടുതലായിരുന്നിട്ടും യുദ്ധഭൂമിയിൽ അതിനെ നേരിടാൻ ഇറാന് കഴിയുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതോടൊപ്പം ഭാവിയിൽ ആവശ്യമായാൽ സ്വന്തം അതിർത്തികൾക്കപ്പുറം ശത്രുരാജ്യങ്ങളുടെ പ്രദേശത്തേക്കും സൈനിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ IRGC തയ്യാറാകണമെന്ന ആക്രമണാത്മകമായിട്ടുള്ള സൈനിക സിദ്ധാന്തവും തുറന്നു പറയുകയാണ്. അപ്പോൾ ഇത് പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങാതെ ആവശ്യമായ സാഹചര്യങ്ങൾ ദീർഘദൂര സൈനിക നടപടികൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് എന്നും വ്യക്തമാക്കുകയാണ്. ഈ എല്ലാ സംഭവ വികാസങ്ങളും ചേർത്ത് നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വെറും മിസൈലുകളുടെ എണ്ണമോ സൈനിക ബജറ്റുകളോ നിർണ്ണയിക്കുന്ന യുദ്ധമല്ലെന്ന് വ്യക്തമാക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ, ഡ്രോൺ ഇൻ്റലിജൻസ്, ഉൽപ്പാദനശേഷി, ആയുധശേഖരത്തിൻ്റെ ദീർഘകാല ലഭ്യത, പുതിയ യുദ്ധതന്ത്രങ്ങൾ എന്നിവയെല്ലാം നിർണായക ഘടകങ്ങളായി മാറിക്കഴിഞ്ഞു. ഒരു ഭാഗത്ത് അമേരിക്ക തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ കൂടുതൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ദൈർഘ്യമേറിയ യുദ്ധം തുടരാൻ കഴിയുന്ന ശേഷി സ്വന്തമാക്കി എന്നുള്ളതാണ് അവകാശപ്പെടൽ. ഇന്ന് യുദ്ധഭൂമിയിൽ മുഴങ്ങുന്നത് വെറും മിസൈലുകളുടെ ശബ്ദമല്ല, മാറുന്ന ലോകശക്തിയുടെ സൂചനകളാണ്. അമേരിക്കയുടെ പ്രതിരോധവും ഇറാൻ്റെ തന്ത്രവും നേർക്കുനേർ വന്ന ഈ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ വിജയി ആരെ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരെ എന്ന് തീരുമാനിക്കുന്നത് ഇനി ചരിത്രമായിരിക്കുമെന്നുകൂടി പറയാതിരിക്കാനും കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ സേന അവസാനം അവരുടെ മിസൈലുകൾ പ്രയോഗിക്കേണ്ടി വന്ന സാഹചര്യം, അത് മിസൈൽ ആരുടെ നേർക്കാണ് പ്രയോഗിച്ചത്, ട്രംപിന് നേരെ പ്രയോഗിക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പറയപ്പെടുന്നത് അത്രത്തോളം അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ഇറാൻ സേന ഏത് തരത്തിലാണോ അമേരിക്കയോട് പകരം ചോദിക്കേണ്ടത് അത് വളരെ കൃത്യമായി ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലാണ്. ട്രംപിന് നേരെ നടത്തിയ ആ ശ്രമം മാത്രമല്ല, ട്രംപിന് നേരെ ഇറാൻ സേനയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ, അങ്ങനെ ജീവനോടെ വെന്തെരിഞ്ഞു പോയത് ട്രംപിൻ്റെ കാവൽക്കാരടക്കമാണ്. ഏത് വിധേനയും ട്രംപിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇറാൻ്റെ യാത്ര എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി എത്രയൊക്കെ സമാധാന ചർച്ചകൾ നടന്നാലും ഇവരുടെ ഈ യുദ്ധം അവസാനിക്കുമോ, അതോ ട്രംപിൻ്റെ അവസാനം കണ്ടിട്ട് മാത്രമേ ഈ യുദ്ധത്തിനൊരു പരിസമാപ്തി ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരിക്കേണ്ടത് തന്നെയാണ്.